JSK സെൻസർ ബോർഡ് തർക്കത്തിൽ ഹൈക്കോടതിയിൽ സമവായം. സിനിമയുടെ പേര് മാറ്റാമെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ. സിനിമയുടെ പേരിൽ ജാനകിക്കൊപ്പം വി എന്ന ഇനീഷ്യൽ ചേർക്കാമെന്ന തീരുമാനം. കോടതി രംഗങ്ങളിലെ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യും. മാറ്റങ്ങൾ വരുത്തിയ സിനിമയുടെ പുതിയ പതിപ്പ് ഉടൻ സമർപ്പിക്കും. നിബന്ധനകൾ അംഗീകരിച്ചാൽ 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് സെൻസർ ബോർഡ്. CBFCയുടെ അഭിഭാഷകൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിലിൽ ഒരു ചെറിയ ഇനിഷ്യൽ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏകദേശം 96 കട്ടുകളാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ട് 2 ചേഞ്ചുകൾ മാത്രമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് ഞങ്ങൾ ഒന്നും കൂടി ഇരുന്നപ്പോൾ അവർക്ക് അത് മാറ്റുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും മാറ്റാൻ സമ്മതിക്കാൻ രണ്ടു കൂട്ടർക്കും സാർ പറഞ്ഞതുപോലെ രണ്ടു കൂട്ടർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് അത് വന്നിരിക്കുന്നത്. പ്രായോഗികമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാവുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഷബ്ന സിയാദുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷബ്ന, ദിവസങ്ങൾക്ക് മുൻപേ റിലീസിന് എത്തേണ്ട ഒരു സിനിമയായിരുന്നു. അതിനിടയിലാണ് പേരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തുടർന്ന് കേസുമൊക്കെ എത്തിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സെൻസർ ബോർഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെ നിർമ്മാതാക്കൾ പേരിൽ മാറ്റം വരുത്താമെന്ന്, പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്താമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ പറയും. ഇന്ന് രാവിലെ ഈ ഹർജി പരിഗണിച്ച വേളയിലാണ് സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ ഇത്തരത്തിൽ 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. 96 കട്ടുകളാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 നിർദ്ദേശങ്ങൾ മാത്രം തങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്ന് സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ പറയുകയും അതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ വിശദീകരണം കോടതി തേടുകയുമായിരുന്നു. ഈ 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്, ഒന്ന്, സിനിമയിലെ ഒരു ക്രോസ് വിസ്താരം നടത്തുന്നുണ്ട്. ഈ കേന്ദ്ര കഥാപാത്രമായ ജാനകിയെ ക്രോസ് വിസ്താരം നടത്തുന്നത് ഈ സിനിമയിലെ നായകനായ അഭിഭാഷകനാണ്. ഈ അഭിഭാഷകൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനടുത്ത് നിന്ന് ജാനകി എന്ന പേര് 2 തവണ ഉപയോഗിക്കുന്നു. ഈ പേര് മ്യൂട്ട് ചെയ്യണം എന്നൊരാവശ്യമാണ് ഒന്ന് മുന്നോട്ട് വെച്ചത്. മറ്റൊന്ന്, ടൈറ്റിലിൽ ജാനകി എന്ന പേരിനൊപ്പം ഇനീഷ്യൽ കൂടി ചേർക്കണം. ജാനകി വിദ്യാധരൻ എന്നത് ജാനകി വി എന്നോ വി ജാനകി എന്നോ മാറ്റണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് നിർമ്മാതാക്കൾ ഇത്തരത്തിൽ 2 നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കിയത്. ഇതോടൊപ്പം തന്നെ സെൻസർ ബോർഡ് ഇന്നൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. വിചിത്രമായ വാദങ്ങളായിരുന്നു സെൻസർ ബോർഡിന്റെ ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഈ സെൻസർ ബോർഡ് പറഞ്ഞ സത്യവാങ്മൂലത്തിലുള്ളത്, സിനിമയിൽ സീതാദേവിയുടെ മറ്റൊരു പേരായ ജാനകി എന്ന ടൈറ്റിൽ കഥാപാത്രം ബലാത്സംഗത്തിനും മതവികാരം വ്രണപ്പെടുത്തുന്ന നിരവധി ആഘാതകരവും അസുഖകരവുമായ അനുഭവങ്ങൾക്കും വിധേയയായ ആളാണ്. ഈ ചിത്രീകരണം സീതാദേവിയുടെ അന്തസ്സിനെയും പവിത്രതയെയും ബാധിക്കും. അതോടൊപ്പം തന്നെ ഈ സിനിമയിലെ ഈ ജാനകി എന്ന കഥാപാത്രത്തിന് ബലാത്സംഗത്തിന് ഇരയായ കഥാപാത്രത്തെ സഹായിക്കാനെത്തുന്നത് മറ്റൊരു മതസ്ഥരായ വ്യക്തിയാണ്. മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ അഭിഭാഷകനായി എത്തുന്നത്. അതിനിടെ ഈ അഭിഭാഷകൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത്തരത്തിൽ ലൈംഗിക ഉത്തേജനത്തിനായി മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടോ, അല്ലെങ്കിൽ അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ കാണാറുണ്ടോ തുടങ്ങിയ ചില ചോദ്യങ്ങൾ ഈ ജാനകി എന്ന കഥാപാത്രത്തോട് ഈ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട്. അത് വലിയ തോതിൽ മതവികാരം വ്രണപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടെ വർഗീയ കലാപങ്ങൾക്ക് വരെ സാധ്യതയുണ്ടാകുന്ന സംഭവമാണ്. മലയാളത്തിലടക്കം 5 ഭാഷകളിൽ ഈ സിനിമ റിലീസ് ചെയ്യാനാണ് ഇരിക്കുന്നത്. പുരാണത്തിലെ സീതാദേവിയുടെ പേരാണ് ജാനകി എന്നത്. പുരാണത്തിലെ സീത സഹനത്തിൻ്റെ പ്രതീകമാണ്. ഇത്തരത്തിലൊരു കഥാപാത്രത്തിന് ഈ രീതിയിൽ പേര് നൽകുകയും അതിനുശേഷം ഈ ജാനകിയെ സഹായിക്കാനെത്തുന്ന മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയെ എത്തിക്കുന്നത് ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഗൂഢലക്ഷ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സെൻസർ ബോർഡ് ഇന്ന് കോടതിയെ അറിയിച്ചിരുന്നു. അതുവഴി വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 നിർദ്ദേശങ്ങൾ, 96 കട്ട് എന്ന് പറഞ്ഞെടുത്ത് 2 നിർദ്ദേശങ്ങൾ തങ്ങളിപ്പോൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ. അത് അംഗീകരിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചത്. നിർമ്മാതാക്കളെ സംബന്ധിച്ച് ഈ സിനിമ റിലീസ് ചെയ്യുക എന്നതാണ് അവരുടെ മുന്നിലുള്ള മുഖ്യമായ കാര്യം. ഇവർ ഈ 2 നിർദ്ദേശങ്ങളും അംഗീകരിക്കാം എന്ന് പറയുകയും കോടതി അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണനയ്ക്കെത്തും. ബുധനാഴ്ച പരിഗണനയ്ക്കെത്തുമ്പോൾ ഈ പരിഷ്കരിച്ച പതിപ്പ് കോടതിയിൽ സമർപ്പിക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ 3 ദിവസത്തിനകം ഇതിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് സെൻസർ ബോർഡിൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കോടതി രംഗങ്ങളിൽ 3 സെക്കൻഡ് മാത്രമുള്ള ഒരു പേര് 2 ഇടത്ത് പേര് ഉപയോഗിക്കുന്നത്, അത് 2 മ്യൂട്ട് ചെയ്യാം എന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജാനകി എന്ന പേരിൻ്റെ കൂടെ ജാനകി വി എന്നുകൂടിയാക്കാം. അപ്പോൾ ഇനി സിനിമ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നായിരിക്കും.
ഇതാണ് ജാനകി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കോടതി വരെ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ സെൻസർ ബോർഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സിനിമയുടെ പേരിൽ മാറ്റം വരുത്താമെന്ന് നിർമ്മാതാക്കൾ സമ്മതിക്കുകയാണ്. അടുത്ത ബുധനാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും. ശുഭനാസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.